കഥയുടെ ആരംഭത്തിൽ കാടിനടുത്തായി ഒരു ഡെഡ് ബോഡി കത്തിക്കരിഞ്ഞ നിലയിൽ കിടക്കുന്നത് കാണിക്കുന്നു. അങ്ങനെ സംഭവ സ്ഥലത്ത് പോലീസ് എത്തി എവിഡൻസ് ഒക്കെ കളക്ട് ചെയ്യുന്നു. ഈ ടൈം ഒരാളാണെങ്കിൽ മണ്ണെണ്ണ ബോട്ടിലുമായി നടന്നു പോകുന്നത് കാണിക്കുന്നു. പക്ഷെ ആൾ ആരാണെന്ന് വ്യക്തമാക്കുന്നില്ല. ഈ സീൻ അവിടെ കട്ടായിട്ട് അടുത്തതായി കാണിക്കുന്നത് ഈ ഊരിലെ ഒരു പെൺകുട്ടിയുടെ മഞ്ഞൾ കല്യാണമാണ്. അപ്പോൾ ഈ ഫംഗ്ഷന് പോകാനായി ഗൗരി റെഡിയായി വരുന്നു. എന്നാൽ അവളുടെ ആകെയുള്ള ചെരുപ്പ് പൊട്ടിയിരിക്കുകയാണ്. ഈ കാര്യം അപ്പനോട് പറയുമ്പോൾ അപ്പം പറയുന്നു നാളെ വാങ്ങിത്തരാം. അങ്ങനെ ഗൗരി ചെരുപ്പില്ലാതെ ആ ഫംഗ്ഷന് പോകുന്നു. ഫംഗ്ഷന് ചെന്നിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഗൗരി അപ്പനോട് പറയുന്നു, അപ്പ എനിക്ക് മതി, ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. ആ ടൈമിന് അപ്പൻ മകളോട് സൂക്ഷിച്ചു പോകാനെന്ന് പറയുന്നു. ഇതേ ടൈം ഈ ഊരിൽ തലവനെ കാണിക്കുന്നു. തലവൻ അടുത്ത ഇലക്ഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോഴത്തെ MLAയും ഈ ഇലക്ഷന് മത്സരിക്കാനായി നിൽക്കുന്നുണ്ട്. അപ്പോൾ MLAക്ക് ജയിക്കാനുള്ള എല്ലാ കരുക്കളും എങ്ങനെയൊക്കെയാണ് നീക്കേണ്ടതെന്ന് തലവൻ അണികളോട് പറഞ്ഞു കൊടുക്കുന്നു. ഇതിനിടയിൽ ഗൗരി നടന്നു പോകുന്നത് ഈ തലവൻ കണ്ടു. ഗൗരി കണ്ടപ്പോൾ ആ തലവനാണെങ്കിൽ വല്ലാത്തൊരു നോട്ടമാണ് നോക്കുന്നത്. എന്നിട്ട് തലവനാണെങ്കിൽ അണികളോട് വേണ്ടതെല്ലാം ചെയ്യാനെന്ന് പറഞ്ഞിട്ട് ഗൗരിയുടെ പുറകെ വിടുന്നു. ഗൗരി ഈ പോകുന്ന വഴിയെന്ന് വെച്ചാൽ കാട്ടിക്കൂടെയാണ്. അപ്പോൾ അവിടെ ഒരു മരത്തിൽ പഴം നിൽക്കുന്നത് കണ്ട് ഗൗരി ആ മരത്തിലേക്ക് വലിഞ്ഞു കയറി. ഇതിനിടെ കാൽ സ്ലിപ്പായി അവൾ താഴെ വീണു. തലയടിച്ചിട്ടാണ് അവൾ വീണത്. അതുകൊണ്ട് തന്നെ അവിടെ ബോധം നഷ്ടപ്പെട്ടു. ഈ സീൻ അവിടെ കട്ടായിട്ട് അടുത്തതായി കാണിക്കുന്നത് പോലീസ് സ്റ്റേഷന് മുമ്പിൽ വന്നിട്ട് MLAയുടെ ആളുകളാണെങ്കിൽ കൊടി കെട്ടുന്നതാണ്. ഇത് കണ്ട ഹെഡ് കോൺസ്റ്റബിൾ ആണെങ്കിൽ കൂട്ടത്തിലുള്ള ഒരുത്തരെ പിടിച്ചുകൊണ്ടുപോയി ജയിലിൽ അടച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വന്നിരിക്കുന്നു. വിളിച്ചിരിക്കുന്നത് MLA ആണ്. കാരണം എന്താന്ന് വെച്ചാൽ അവന്റെ ഒരു കൂട്ടാളിയെ പിടിച്ച് അകത്തിട്ടതിന് ചോദ്യം ചെയ്യാനാണ്. ഉടനെ അവനെ റിലീസ് ചെയ്യണമെന്നാണ് MLA ആവശ്യപ്പെടുന്നത്. അത് പ്രകാരം അവനെ റിലീസ് ചെയ്തു. ഈ സീൻ അവിടെ കട്ട് ചെയ്തിട്ട് അടുത്തതായി കാണിക്കുന്നത് ഗൗരിയുടെ അപ്പയാണ്. അപ്പ ഫംഗ്ഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഗൗരിയെ കാണുന്നില്ല. ഗൗരിയെ കാണാൻ അപ്പ അവിടെ എല്ലാം അന്വേഷിക്കുകയാണ്. എന്നാൽ ഗൗരിയെ കണ്ടെത്താനായില്ല. ഇതേ ടൈം 3 ബംഗാൾ പയ്യന്മാരെ കാണിക്കുന്നു. അവന്മാരാണെങ്കിൽ കാട്ടിലിരുന്ന് മദ്യപിക്കുകയാണ്. ഗൗരിയെ കാണാത്തതിൽ ഇവന്മാർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതേ ടൈം ഗൗരിയെ കാണാത്ത വിവരം ആ നാട്ടിലെ ആളുകളെല്ലാം അറിഞ്ഞിരിക്കുന്നു. ഇതറിഞ്ഞ അവരെല്ലാവരും ആ ഊര് മൊത്തം നോക്കി നടക്കുകയാണ്. ഈ കൂട്ടത്തിൽ തലവനുമുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഗൗരി നമ്മുടെ കൊച്ച, അവളെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം, എല്ലാവരും അന്വേഷിക്കുക. അവർ അന്വേഷിച്ച് ഒടുവിൽ കാട് വരെ എത്തി. എന്നിട്ടും അവളെ കണ്ടെത്താനായില്ല. നേരമാണെങ്കിൽ ഒരുപാട് ഇരുട്ടി. അപ്പോൾ തലവൻ ഗൗരിയുടെ അപ്പനോട് പറയുന്നുണ്ട്, ബാ നമുക്ക് പോകാം, നേരം ഒരുപാട് ഇരുട്ടിയിരിക്കുകയാണല്ലോ. ഇത് കേട്ട് ഗൗരിയുടെ അപ്പം പറയുന്നു, എന്റെ മോൾ ഇവിടെ തന്നെയുണ്ട്, നമുക്ക് ഇവിടേക്ക് നോക്കാം. അപ്പോൾ തലവൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു, ഇവിടെ ഇനി നിൽക്കുന്നത് റിസ്ക് ആണ്, അതുകൊണ്ട് നാളെ രാവിലെ വന്ന് നമുക്കിവിടെ നോക്കാമെന്ന്. അടുത്ത ദിവസം രാവിലെ ഒരാളാണെങ്കിൽ ഒരു ഡെഡ് ബോഡി കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. അതെന്തായാലും ഗൗരിയുടേതാണെന്ന് മനസ്സിലാകുന്നു. അയാൾ ഉടനെ പോലീസിനെ വിവരം അറിയിച്ചു. ഇതേ തുടർന്ന് പോലീസ് കോൺസ്റ്റബിൾ SIയെ വിവരം അറിയിക്കാൻ ചെല്ലുമ്പോൾ SI ആണെങ്കിൽ നല്ല ഉറക്കത്തിൽ നിന്നാണ് എണീറ്റ് വരുന്നത്. എന്നിട്ട് കഥ തുറന്നിട്ട് കോൺസ്റ്റബിളിനോട് ചോദിക്കുന്നു, എന്തുവാടെ രാവിലെ ഉറങ്ങാൻ സമ്മതിക്കില്ലേ? അപ്പോൾ കോൺസ്റ്റബിൾ പറയുന്നു, അത് സാർ, ഇന്നലെ രാത്രി ഒരു പെൺകുട്ടിയെ കാണാതെ പോയില്ലേ, അവളുടെ ബോഡി കാടിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയെന്ന് കോൺസ്റ്റബിൾ പറയുന്നു. ഇത് കേട്ട് SI പറയുന്നു, നീ ഒരു കാര്യം ചെയ്യും, ഫോറൻസിക് ടീമിനെ അങ്ങോട്ട് വിളിച്ചു വരുത്ത്, ഞാൻ കുറച്ചും കൂടെ ഉറങ്ങിയിട്ട് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് കോൺസ്റ്റബിളിനെ അവിടുന്ന് പറഞ്ഞു വിടുന്നു. അങ്ങനെ SI വീണ്ടും ഉറങ്ങാൻ വന്ന് കിടക്കുമ്പോഴാണ് MLAയുടെ കോൾ വരുന്നത്. SI കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ MLA ചോദിക്കുന്നു, എന്തായി ആ കാണാതെ പോയ പെണ്ണിന്റെ കേസ്? അത് സാർ, ആ പെൺകുട്ടി ആരാണ്ട് കൊലപ്പെടുത്തി, ഞാൻ അങ്ങോട്ട് പോകുക, അവിടെ ചെന്നിട്ട് സാറിനെ വിവരം അറിയിക്കാമെന്ന് SI പറയുന്നു. അപ്പോൾ MLA ആവശ്യപ്പെടുന്നു, ഈ കേസ് എങ്ങനെയെങ്കിലും ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ വോട്ടിനെ ബാധിക്കും. അങ്ങനെ സംഭവ സ്ഥലത്തേക്ക് SI എത്തുന്നു. അപ്പോൾ അവിടെ ഗൗരിയുടെ അച്ഛനും അച്ഛന്റെ ഫ്രണ്ടായ ശിവയും അലറി കരയുകയാണ്. മകളുടെ ഇങ്ങനൊരു മരണത്തിൽ അപ്പനെ ഒട്ടും താങ്ങാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും MLAയും സംഭവ സ്ഥലത്തെത്തി. എന്നിട്ട് ഗൗരിയുടെ അപ്പയെ സമാധാനപ്പെടുത്തിയതിനു ശേഷം SIയെയും ഗ്രാമത്തലവനെയും വിളിച്ച് മാറ്റി നിർത്തിയതിനു ശേഷം 3 പേരും കൂടി എന്തോ ഡിസ്കസ് ചെയ്യുന്നു. അതെന്താണെന്ന് നമ്മളെ കാണിക്കുന്നില്ല. അങ്ങനെ ഈ സംഭവം കഴിഞ്ഞ് ഗൗരിയുടെ അപ്പയെ കാണിക്കുന്നു. അപ്പ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ്. സ്വന്തമെന്ന് പറയാൻ ഗൗരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഗൗരിയെ ആരാണ് കൊന്നത്? അന്ന് ഫംഗ്ഷന് പോയപ്പോഴുള്ള ഓരോ സംഭവങ്ങളും അപ്പ ആ ടൈമിൽ ഓർക്കുന്നു. ഇത് കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ SI ആണെങ്കിൽ സംശയം തോന്നുന്ന ഓരോ വ്യക്തികളെയും വിസ്തരിക്കുകയാണ്. എന്നാൽ ഒരു തുമ്പും കിട്ടുന്നില്ല. ഇത് കഴിഞ്ഞ് ഗൗരിയുടെ ഡെഡ് ബോഡി കിടന്നിരുന്നിടത്ത് ഒരു അരുവി ഉണ്ടായിരുന്നു. ആ അരുവിയിലും ഇറങ്ങി നോക്കുകയാണെങ്കിൽ പോലീസുകാർക്ക് ഒരു തുമ്പും അവിടെ നിന്നും കിട്ടുന്നില്ല. അങ്ങനെ ഒരു തുമ്പും കിട്ടാതെ SI സ്റ്റേഷനിലേക്ക് വരുമ്പോൾ അവിടെ ഗൗരിയുടെ അച്ഛൻ ഇരിക്കുന്നു. ഗൗരിയുടെ അച്ഛൻ SIയോട് അപേക്ഷിക്കുകയാണ്, സാർ, എന്റെ മോളെ കൊന്നവരെ കണ്ടുപിടിക്കണം സാർ, പ്ലീസ് സാർ, അവരെ വെറുതെ വിടരുത്. എന്നാൽ SI ആണെങ്കിൽ ഒരു മൈൻഡ് പോലും ചെയ്യുന്നില്ല. കാരണം അയാൾ MLAക്ക് വേണ്ടി അന്വേഷിച്ച് കണ്ടെത്താനാണ് ഈ നടക്കുന്നത്. ഈ സീൻ അവിടെ കട്ടായിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷൻ മുമ്പിൽ ഒരുത്തിന് വിലങ്ങ് വെച്ച് നിർത്തിയിരിക്കുന്നതാണ് കാണിക്കുന്നത്.
കോൺസ്റ്റബിൾ അപ്പോൾ അവന്റെ ചെരുപ്പ് ഊരാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ അവർ പറഞ്ഞത് പ്രകാരം അവൻ ചെരുപ്പ് ഊരിക്കൊടുത്തു. അപ്പോഴുണ്ട് ആ പോലീസുകാരാണെങ്കിൽ അവന്റെ ചെരുപ്പും എടുത്തുകൊണ്ട് ഗൗരിയുടെ ഡെഡ് ബോഡി കിടന്നില്ലേ അവിടേക്ക് വരുന്നു. എന്നിട്ട് അവിടുത്തെ ചെളി ഇവന്റെ ചെരുപ്പിൽ തേച്ചിട്ട് ഇവനാണ് കുറ്റവാളി എന്ന് വരുത്തി തീർത്തിട്ട് ഈ കേസ് ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് അവനെ പിടിച്ച് ജയിലിൽ അടച്ചു. ഇതേ സമയം എസ്ഐക്ക് ഒരു കോൾ വരുന്നു. വിളിച്ചിരിക്കുന്നത് ഊരിലെ തലവനാണ്. തലവൻ ചോദിക്കുന്നു, എന്താ ആളിനെ കിട്ടിയോ? ഒരുത്തനെ കിട്ടിയിട്ടുണ്ടെന്ന് എസ്ഐ പറയുമ്പോൾ തലവന് വല്ലാത്ത സന്തോഷം തോന്നുന്നു. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഗൗരിയുടെ അപ്പനാണെങ്കിൽ കുറ്റവാളിയെ കാണാനായിട്ട് സ്റ്റേഷനിലേക്ക് വരുന്നു. എന്നിട്ട് എസ് ഐയോട് ചോദിക്കുന്നു, സാർ ആരാണ് എന്റെ മകളെ കൊന്നത്? അവനെ എനിക്കൊന്ന് കാണണമെന്ന് പറയുമ്പോൾ എസ് ഐ ആണെങ്കിൽ ജയിലിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അപ്പോൾ ജയിലിൽ കിടക്കുന്ന അവനെ കണ്ടിട്ട് അപ്പ പറയുന്നു, ഇവൻ എന്റെ മകൾ മരിച്ച സമയത്ത് ജയിലിലല്ലായിരുന്നോ? പിന്നെ എങ്ങനെ ഇവൻ എന്റെ മകളെ കൊല്ലാനാ? ഇത് കേട്ട് എസ് ഐ പറയുന്നു, അപ്പൊ ഞാനാണോ പോലീസ്, നിങ്ങളാണോ? ഞാൻ ഇവനെ അന്വേഷിച്ച് കണ്ടെത്തിയതാണ്. ഇവനല്ലെന്ന് നിങ്ങൾക്ക് ഇത്ര ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളാണോ നിങ്ങളുടെ മകളെ കൊന്നത്? അപ്പോൾ അപ്പ പറയുന്നു, സാർ അങ്ങനെയൊന്നും പറയില്ല, എന്റെ മകൾ ക്രൂരമായാണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ ആരാണ് കുറ്റവാളി എന്ന് കണ്ടെത്താനാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അങ്ങനെ അപ്പൊ സോറി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ആ സീൻ അവിടെ കട്ടായിട്ട് അടുത്തതായി കാണിക്കുന്നത് ഈ മൂവിയിലെ ഹീറോയാണ്. ഹീറോ ഒരു ACP ആണ്. ഹീറോ ബാസ്കറ്റ്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കമ്മീഷണറുടെ കോൾ വരുന്നു. അപ്പോൾ കമ്മീഷണർ പറയുന്നു, കമ്മീഷണറിന്റെ ഒരു ഫ്രണ്ട് കഴുത്തറുത്ത് കൊല ചെയ്യപ്പെട്ടു. അപ്പോൾ ആ സ്പോട്ടിൽ പോയിട്ട് കേസ് ഏറ്റെടുക്കാനെന്ന് കമ്മീഷണർ ആവശ്യപ്പെടുന്നു. അങ്ങനെ ഹീറോ സംഭവ സ്ഥലത്തെത്തി. ബോഡി ചെന്ന് നോക്കുമ്പോൾ ഹാളിലെ സെറ്റിയിൽ കഴുത്തറുത്ത് കൊല ചെയ്യപ്പെട്ട് കിടക്കുന്നതായി കാണുന്നു. ഈ വീട്ടിൽ ആകെ ഉണ്ടായിരുന്നത് മരിച്ച ആളും മരിച്ച അയാളുടെ സെക്കൻഡ് ഭാര്യയും ആദ്യത്തെ ഭാര്യയിലുണ്ടായ ഒരു മോനും ഒരു മോളും, അതുകൂടാതെ ഒരു ജോലിക്കാരനും ഉണ്ട് അവിടെ. ഇതിനുശേഷം ഹീറോ ആ വീട് ഫുള്ള് സെർച്ച് ചെയ്യുന്നു. എന്നാൽ ബുദ്ധിമാനായ ആ കൊലയാളി കൊല ചെയ്തിട്ട് ആ വീട്ടിനുള്ളിൽ മുളക് പൊടി വിതറിയിരിക്കുന്നു. അത് കാരണം പട്ടിക്ക് പോലും മണത്ത് കണ്ടുപിടിക്കാൻ കഴിയില്ല. അതിനുശേഷം ഹീറോ വാഷിംഗ് മെഷീനിൽ ചെന്ന് നോക്കുന്നു, പിന്നെ കിച്ചണിൽ ചെന്ന് നോക്കുന്നു. അതിനുശേഷം റൂമിൽ ചെന്ന് നോക്കുമ്പോൾ റൂമിലെ വിൻഡോ ഗ്ലാസ് തകർന്നു കിടക്കുന്നത് കാണുന്നു. ഇത് കണ്ടിട്ട് ഹീറോ പറയുന്നു, കൊലയാളി വീടിന് പുറത്തു നിന്ന് വന്നയാളല്ല, വീടിനുള്ളിലുള്ള ആളാണ്. ഇത് കഴിഞ്ഞ് ഹീറോ കൊല്ലപ്പെട്ട ആളുടെ സെക്കൻഡ് ഭാര്യയെ ചെന്ന് വിസ്തരിക്കുന്നു. അപ്പോൾ അവർ പറയുന്നത് അദ്ദേഹത്തിനെ കൊന്നിരിക്കുന്നത് ഉറപ്പായും അദ്ദേഹത്തിന്റെ മകളും ഇവിടുത്തെ ജോലിക്കാരനും കൂടിയാണെന്നാണ് പറയുന്നത്. അതിനുള്ള കാരണം ഹീറോ തിരക്കുമ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. അതായത് കൊല്ലപ്പെട്ട ആളുടെ മകളും ജോലിക്കാരനും കൂടെ ഒളിങ്ങി നിന്ന് സംസാരിക്കുന്നത് ഈ കൊല്ലപ്പെട്ട ആൾ കാണുകയുണ്ടായി. ഇത് കണ്ട അച്ഛൻ അവന് കുറെ അടിയും കൊടുത്ത് അവിടെ നിന്ന് ഇറക്കി വിടാൻ നോക്കുമ്പോൾ അവനാണെങ്കിൽ ഒരു കത്തി എടുത്ത് അച്ഛനെ ഭീഷണിപ്പെടുത്തുന്നു. അപ്പോൾ മകളാണെങ്കിൽ ഇത് ഞങ്ങളുടെ ഫാമിലി പ്രശ്നമാണ്, നീ ഇതിനകത്ത് ഇടപെടണ്ടെന്നും പറഞ്ഞ് അവനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. ഇത് കേട്ട് ഹീറോ ആ ജോലിക്കാരനെ വിസ്തരിക്കുമ്പോൾ അവൻ പറയുന്നു, സാറേ ഞാൻ അവൾ പറഞ്ഞു വിട്ടത് പ്രകാരം ഞാൻ ഇവിടെ നിന്ന് പോയായിരുന്നു. പിന്നെ രാവിലെ വന്നപ്പോഴാണ് ഞാൻ ഈ വിവരം പോലും അറിയുന്നത്. ഇത് കഴിഞ്ഞ് ഹീറോ മകളെ പോയി വിസ്തരിക്കുമ്പോൾ അവൾ പറയുന്നു, സാറേ ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ ഈ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. ചെറിയമ്മ വന്ന് വിളിക്കുമ്പോഴാണ് ഞാൻ ഈ മുറി വിട്ട് പുറത്തേക്ക് തന്നെ പോയത്. ഞാൻ അച്ഛനെ ഒന്നും ചെയ്തിട്ടില്ല. ഇത് കഴിഞ്ഞ് ഹീറോ മരിച്ചുപോയ ആളുടെ മകനെ വിസ്തരിക്കുമ്പോൾ അവൻ പറയുന്നത്, ഞാൻ ഇന്നലെ രാത്രി പാർട്ടിക്ക് പോയായിരുന്നു. പാർട്ടിയിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഏകദേശം 5 മണിയായി. വീട്ടിൽ വന്നപ്പോഴാണ് അറിയുന്നത് അച്ഛൻ മരിച്ച വിവരം. ഇത് കേട്ടപ്പോൾ ഹീറോ ഒരു പോലീസുകാരന്റെ അടുത്ത് പറയുന്നു, ഇന്നലെ ഇവൻ പാർട്ടിയിൽ 5 മണി വരെ ഉണ്ടായിരുന്നു എന്ന് അന്വേഷിക്കാൻ പറയുന്നു. ഇത് കഴിഞ്ഞ് ഹീറോ എല്ലാവരെയും ഒന്നുകൂടെ വിസ്തരിക്കുന്നു. എന്നിട്ട് സെക്കൻഡ് ഭാര്യയാണ് കൊല ചെയ്തതെന്നാണ് ഹീറോ പറയുന്നത്. അവളാണ് തെറ്റ് ചെയ്തതെന്ന രീതിയിൽ ഹീറോ വീണ്ടും അവളെ വിസ്തരിക്കുമ്പോൾ അവൾ പറയുന്നു, ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് തന്നെ അദ്ദേഹത്തിന്റെ സ്വത്ത് കണ്ടിട്ടാണ്. എന്നാൽ അദ്ദേഹമാണെങ്കിൽ അദ്ദേഹത്തിന്റെ എല്ലാ സ്വത്തുക്കളും മകന്റെയും മകളുടെയും പേരിൽ എഴുതി വെച്ചു. എനിക്ക് ഒന്നുപോലും തന്നിട്ടില്ല. ആ പ്രതികാരത്തിന്റെ പേര് ഞാൻ അദ്ദേഹത്തിനെ കൊന്നതാണ്. അങ്ങനെ കൊലയാളെ കിട്ടിയത് കൊണ്ട് തന്നെ ഈ കേസ് ക്ലോസ് ആകുന്നു. അപ്പോൾ എസ്ഐ അദ്ദേഹത്തിന് മുമ്പ് സൈൻ ചെയ്യാനായിട്ട് പേപ്പർ കൊണ്ട് കൊടുക്കുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, സാർ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് കൊലയാളി കണ്ടുപിടിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയുന്നു, അതൊന്നും വലിയ കാര്യമില്ല. എനിക്ക് ആ വിൻഡോ ഗ്ലാസ് തകർന്നു കിടക്കുന്ന കണ്ടപ്പോഴേ മനസ്സിലായി പുറത്തു നിന്നുള്ള ആളല്ല ഈ ക്രൈം ചെയ്തിട്ടുള്ളത്, അകത്തു നിന്നുള്ള ആളാണെന്ന്. അതായത് പുറത്തു നിന്നുള്ള ആൾ ഈ ജനാല തകർത്താൽ ഉറപ്പായും വിൻഡോ ഗ്ലാസ് അകത്തായിരിക്കും തകർന്ന് വീണ് കിടക്കുക. ഇതിപ്പോ അവർ അകത്ത് നിന്ന് വിൻഡോയ്ക്ക് അടിച്ചപ്പോൾ ഗ്ലാസ് തകർന്ന് പുറത്തേക്ക് വീണു. അപ്പോഴേ എനിക്ക് മനസ്സിലായി അത് മാത്രമല്ല കൊല ചെയ്തയാൾ റൈറ്റ് ഹാൻഡ് ആണ്. ഞാൻ മകളെ വിസ്തരിക്കുമ്പോൾ അവളെ കൊണ്ട് ഒരു സൈൻ ഇടിപ്പിച്ചിരുന്നു. അപ്പോൾ അവൾ ലെഫ്റ്റ് ഹാൻഡ് വെച്ചാണ് ആ സൈൻ ഇട്ടത്. അതോടെ എനിക്ക് മനസ്സിലായി അവളല്ല പ്രതിയെന്ന്. അടുത്തതായി മകൻ പാർട്ടിയിലുള്ള കാര്യം അന്വേഷിച്ചപ്പോൾ അവൻ ഇന്നലെ രാത്രി മുഴുവൻ ആ പാർട്ടിയിലുണ്ടായിരുന്നു. അപ്പോൾ അവനുമല്ല. പിന്നെ ജോലിക്കാരനാണെങ്കിൽ ഇന്നലെ രാത്രി പോയിട്ട് അവൻ ഇന്ന് രാവിലെയാണ് ഈ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അവനുമല്ല. ഇനിയുള്ളത് സെക്കൻഡ് ഭാര്യയാണ്. അവരെ ഡൗട്ട് തോന്നാനുള്ള കാരണം അവർ മുളക് പൊടി തറയിലെല്ലാം വിതറിയപ്പോൾ അവർ ഉടുപ്പയിലും പറ്റിയിരുന്നു. അപ്പോൾ ആ ഉടുപ്പ് വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ടു. പക്ഷെ അവരത് കഴിയില്ല. ഞാനിത് കണ്ടിരുന്നു. അതോടെ എനിക്ക് അവരെ സംശയം ബലപ്പെട്ടു. പിന്നെ അവരെ അതേ രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴേ അവരെല്ലാം തുറന്നു പറഞ്ഞില്ലേ. അതോടെ ഈ കേസ് ക്ലോസ് ആയി. അങ്ങനെ
അങ്ങനെ ഹീറോ കമ്മീഷണറിനെ പോയി കാണുമ്പോൾ കമ്മീഷണർ ഒരു കേസും കൂടി കൊടുക്കുന്നു, അതായത് ഗൗരിയുടെ കേസ്. ആ പെൺകുട്ടിയെ ആരോ റേപ്പ് ചെയ്തിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു കളഞ്ഞു. അപ്പോൾ ഈ കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അയാളല്ലെന്ന് എനിക്കൊരു മെസ്സേജ് വന്നു. അതുകൊണ്ട് താൻ ഈ കേസ് തെളിയിക്കണമെന്ന് കമ്മീഷണർ ആവശ്യപ്പെടുമ്പോൾ ഹീറോ അതിനെ എഗ്രി ചെയ്തിട്ട് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഹീറോ ഗൗരിയുടെ ഊരിലെ സ്റ്റേഷനിലേക്ക് വരുന്നു. എന്നിട്ട് ഫയലെല്ലാം കാണണമെന്ന് എസ്ഐയോട് ആവശ്യപ്പെടുമ്പോൾ എസ്ഐ ആ ഫയലെല്ലാം അദ്ദേഹത്തിന്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നു. അപ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട്, ഇത്രയും പെട്ടെന്ന് ഈ കേസ് തെളിയിച്ചോ? അത് മേലിൽ നിന്നുള്ള പ്രഷർ കാരണം പെട്ടെന്ന് കുറ്റവാളിയെ കണ്ടുപിടിച്ചെന്ന് എസ്ഐ മറുപടി നൽകി. ഇതിനുശേഷം ഹീറോ ആ ഫയലെടുത്ത് വായിച്ചു നോക്കിയിട്ട്, എന്ത്, ഒരു ചെരുപ്പ് വെച്ച് ഒരാളെ അറസ്റ്റ് ചെയ്തെന്നോ? ഇവിടെ ഒരു എവിഡൻസ് ഇല്ല, ഒരു ഐ വിറ്റ്നസ് ഇല്ല, ഫിംഗർ പ്രിന്റ് ഇല്ല, എന്നിട്ട് എങ്ങനെ നിങ്ങൾ ഈ ഒരു ചെരുപ്പ് വെച്ച് മാത്രം ഒരാളെ അറസ്റ്റ് ചെയ്തു? നിങ്ങളൊരു കാര്യം ചെയ്യ്, ആ പ്രതിയെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അങ്ങനെ അവനെ ജയിലിൽ നിന്നിറക്കി ഹീറോയുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഹീറോ അവനോട് ചോദിക്കുന്നു, നീ ഈ സംഭവം എങ്ങനെയാ ചെയ്തതെന്നൊന്ന് പറഞ്ഞേ. ഇതിന് മറുപടിയായി അവൻ പറയുന്നത് ഒരു വീട്ടിൽ കയറി കളവ് നടത്തിയ കാര്യമാണ്. അപ്പോൾ ഹീറോ ചോദിക്കുന്നു, എന്തുവാണ് താൻ ഈ പറയുന്നത്? ഞാൻ ഗൗരിയെ റേപ്പ് ചെയ്ത കാര്യത്തെക്കുറിച്ചാണ് ചോദിച്ചത്. ഇത് കേട്ട അയാൾ പറയുന്നു, എന്ത് സാർ, റേപ്പ് ചെയ്തെന്നോ? ഈ കാര്യം ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ലല്ലോ. എന്റെ വീട്ടിൽ പോലീസുകാർ വന്നിട്ട് ഒരു 5000 രൂപ തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞത്, ഒരു പെട്ടി കേസ് നിന്റെ തലയിൽ ഇട്ടിട്ടുണ്ട്, ഒരു 5-6 മാസം നീ ജയിലിൽ കിടന്നാൽ മതി, അതിനുള്ളിൽ നിന്നെ പുറത്തിറക്കാം. ഞാൻ അവർ പറഞ്ഞ പ്രകാരം ചെയ്തതാണ്, അല്ലാതെ എനിക്കറിയില്ല സാർ. ഇതെല്ലാം കേട്ട് ഹീറോ എസ്ഐയോട് ചോദിക്കുന്നു, എന്തൊക്കെയാണോ താൻ ചെയ്തു വെച്ചിരിക്കുന്നത്? ഇതാണോ തന്റെ കേസ് അന്വേഷണം? ഇത് പറഞ്ഞിട്ട് ഹീറോ അവനെ സസ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ എസ്ഐ പറയുന്നു, സാർ എന്നോട് ക്ഷമിക്കണം, MLA പ്രഷർ കാരണം ഈ കേസ് എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞത് കൊണ്ട് വേറെ വഴിയില്ലാതെ ചെയ്തതാണ്. പ്രഷർ കാരണമാണെങ്കിൽ താൻ ഒരു കാര്യം, വീട്ടിൽ പോയി റെസ്റ്റ് എടുക്ക്. ഇത് പറഞ്ഞിട്ട് ഹീറോ കോൺസ്റ്റബിളിനോട് പറയുന്നു, ഈ എസ്ഐയുടെ കോൾ ലിസ്റ്റ് എത്രയും പെട്ടെന്ന് എടുക്കണം. ഇതിനുശേഷം ഹീറോ ആ ക്രൈം സ്പോട്ടിലേക്ക് പോകുന്നു. ഇതേ സമയം പോലീസ് സ്റ്റേഷനിൽ ടീ കൊണ്ടു കൊടുക്കാറുള്ള ഒരു പയ്യൻ ഗൗരിയുടെ കേസ് അന്വേഷിക്കാൻ പുതിയ പോലീസ് ഓഫീസർ വന്ന കാര്യം അറിഞ്ഞ് ഈ കാര്യം നേരെ പോയി ഗൗരിയുടെ അപ്പയോട് പറയുന്നു. അപ്പോൾ അപ്പയും ഗൗരി കൊല്ലപ്പെട്ട അതേ സ്ഥലത്തേക്ക് പോവുകയാണ്. ഹീറോ അങ്ങനെ സംഭവ സ്ഥലത്തെത്തി അവിടെയെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. അപ്പോഴുണ്ട് ഒരു പാറയുടെ അടിയിൽ നിന്ന് ഒരു തീപ്പെട്ടി കിട്ടി. ഇതെടുത്തിട്ട് ഹീറോ പോലീസുകാരോട് പറയുന്നു, നിങ്ങൾ ഇതൊന്നും കണ്ടില്ലേ, ഇതാണ് ഇൻവെസ്റ്റിഗേഷൻ. ഈ തീപ്പെട്ടി ഫോറൻസിക് ടീമിന് അയച്ചു കൊടുക്കാനെന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിൽക്കുമ്പോൾ ഗൗരിയുടെ അപ്പ അങ്ങോട്ടേക്ക് വരുന്നു. എന്നിട്ട് ഹീറോയുടെ അപ്പ വളരെ കെഞ്ചി പറയുന്നു, സാറേ, എന്റെ മകളെ ക്രൂരമായി കൊന്ന അയാൾ കണ്ടെത്തണം, ആ കൊലയാളെ കണ്ടെത്തുമെന്ന് ഹീറോ അപ്പയ്ക്ക് വാക്ക് നൽകിയിട്ട് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഹീറോ നേരെ പോകുന്നത് MLA കാണാനാണ്. കാരണം ഗൗരിയുടെ കൊല അറിഞ്ഞ് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും എസ്ഐയുടെ ഫോണിലേക്ക് ഈ MLA വിളിച്ചിരിക്കുന്നു. അതിനുള്ള കാരണം ചോദിക്കുമ്പോൾ MLA പറയുന്നു, എന്റെ നാട്ടിൽ ഒരു കൊച്ചു പെണ്ണ് വളരെ മൃഗീയമായി കൊല്ലപ്പെട്ടു. അപ്പോൾ ആ കൊല ചെയ്തവനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്ന് ഞാൻ എസ്ഐയോട് ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ എസ്ഐ ചോദിക്കുന്നു, ഈ 1/2 മണിക്കൂറിനുള്ളിൽ ആ കൂട്ട് പീഡനം ഏറ്റിട്ടുണ്ടെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഈ ചോദ്യത്തിന് MLAക്ക് ഒരു മറുപടി ഇല്ലാതെ എങ്ങനെ ഇരിക്കുമ്പോൾ MLAയുടെ അളിയനാണെങ്കിൽ ഹീറോയ്ക്ക് നേരെ വയലന്റ് ആകുന്നു. നിങ്ങൾക്ക് ഇത്ര ധൈര്യമോ MLA ക്വസ്റ്റ്യൻ ചെയ്യാൻ? അപ്പോൾ MLA അവനെ സമാധാനപ്പെടുത്തി, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്, അദ്ദേഹം ചോദിക്കട്ടെ എന്ന്. ഇതെല്ലാം കേട്ട് ഹീറോ പറയുന്നു, തെറ്റായ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തതിന് എസ്ഐയെ ഞാൻ സസ്പെൻഡ് ചെയ്തു, ഉടനെ യഥാർത്ഥ കുറ്റവാളിയെ ഞാൻ കണ്ടുപിടിക്കും. ഇത് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീന് ഈ ക്രൈം നടന്ന ലൊക്കേഷന്റെ ഫോൺ റെക്കോർഡിന്റെ ലിസ്റ്റ് എടുത്തത് കോൺസ്റ്റബിൾ ഹീറോയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. ഹീറോ അതെടുത്ത് നോക്കുമ്പോൾ തലവന്റെ നെറ്റ്വർക്ക് ആ സ്പോട്ടിൽ ആക്റ്റീവ് ആയിരുന്നു എന്ന് കണ്ടെത്തുന്നു. അതുകൂടാതെ ആ സ്ഥലത്ത് നിന്ന് ഒരു മദ്യക്കുപ്പിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ കുപ്പിയിൽ ഈ ബംഗാളികളുടെ DNA പതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹീറോ ഉടനെ പറയുന്നു, അവന്മാരെ എത്രയും പെട്ടെന്ന് ഈ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരണം. അവരുടെ അടുത്ത് മാത്രമല്ല തലവന്റെ അടുത്തും സ്റ്റേഷനിൽ വരണമെന്നുള്ള കാര്യം പറയണം. ഈ സീൻ അവിടെ കട്ടായിട്ട് അടുത്തതായി കാണിക്കുന്നത് ആ ബംഗാളികളെയാണ്. അവന്മാരാണെങ്കിൽ സ്ത്രീകൾ കുളിക്കാറുള്ള ഒരു കുളത്തിന്റെ അടുത്ത് വന്നിരുന്നിട്ട് അവരെയും വായി നോക്കിയിരിക്കുകയാണ്. അങ്ങനെ കുറച്ചു നേരം അവന്മാർ അവിടെ വായി നോക്കിയിരുന്നിട്ട് ഒരു സ്ത്രീയുടെ ഡ്രസ്സും എടുത്ത് ഓടുന്നതിനിടെ പോലീസ് അവിടെ എത്തി അവന്മാരെ പിടിച്ചുകൊണ്ട് സ്റ്റേഷനിലേക്ക് പോകുന്നു. ഇതേ സമയം തലവനാണെങ്കിൽ ഊരിലെ ഉത്സവത്തിന് പങ്കെടുക്കുകയാണ്. അപ്പോൾ ഒരു കോൺസ്റ്റബിൾ വന്നിട്ട് തലവനോട് പറയുന്നു, താങ്കളെ സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു. ഞാൻ ഉടനെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് തലവൻ കോൺസ്റ്റബിളിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. എന്നാൽ തലവനിൽ ചെറിയ ടെൻഷൻ ഉണ്ടാകുന്നു. അയാൾ അപ്പോൾ ആലോചിക്കുന്നത് ഗൗരിയുടെ പിന്നാലെ പോയ ആ സംഭവമാണ്. ഈ സീൻ അവിടെ കട്ടായിട്ട് അടുത്തതായി കാണിക്കുന്നത് സ്റ്റേഷനിൽ ആ ബംഗാളികളെ അടിച്ച് റെഡിയാക്കുകയാണ്. ഇതിനിടെ പോലീസ് അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളല്ലേ ആ പെൺകൊച്ചിനെ കൊന്നത്? ഇല്ല സാർ, ഞങ്ങളല്ല സാർ, ഞങ്ങൾ മറ്റൊരു സ്ഥലത്തിരുന്ന് മദ്യപിക്കുകയായിരുന്നെന്ന് അവന്മാര് മറുപടി നൽകി. പക്ഷെ പോലീസുകാരാണെങ്കിൽ വെറുതെ വിടുന്ന ലക്ഷണമില്ല, അവന്മാരെ വീണ്ടും വീണ്ടും അടിച്ച് റെഡിയാക്കുന്നു. ഉടനെ ഹീറോ വന്നിട്ട് അടി നിർത്താൻ പോലീസുകാരോട് ആവശ്യപ്പെടുകയാണ്. കാരണം ഇവനെ കാണാൻ മരിച്ചു പോയാൽ അത് മറ്റൊരു കേസായി നമ്മുടെ തലയിൽ തന്നെ വന്ന് വീഴും. അത് മാത്രമല്ല ഹീറോയ്ക്ക് അവരിൽ സംശയമില്ല. കാരണം എന്താന്ന് വെച്ചാൽ അവർ ഈ ക്രൈം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ സംഭവം കഴിഞ്ഞ് അവർ ഉടനെ അവരുടെ നാട്ടിലേക്ക് സ്ഥലം വിട്ടേനെ. അതുകൊണ്ട് അവരല്ലെന്ന് ഹീറോയ്ക്ക് ഉറപ്പാകുന്നു. ഇതേ സമയം തലവൻ സ്റ്റേഷനിലേക്ക് വരുന്നു.
അപ്പോൾ ഹീറോ അവനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ സംഭവം നടന്ന സമയത്ത് എവിടെയായിരുന്നു? ഇതിന് മറുപടിയായി തലവൻ പറയുന്നത്, ഞാൻ ആ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു, മറ്റൊരു സ്ഥലത്തായിരുന്നെന്ന്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, നിങ്ങളുടെ മൊബൈൽ ലൊക്കേഷൻ പറയുന്നത് നിങ്ങൾ ആ ഏരിയ തന്നെ ഉണ്ടായിരുന്നെന്നാണല്ലോ. ഇത് കേട്ട് തലവൻ ഒരു സത്യം തുറന്നു പറയുന്നു. അത് അയാൾ ഗൗരിയെ പിന്തുടർന്ന് പോയായിരുന്നു. പക്ഷെ അത് ഗൗരിയെ ഉദ്ദേശിച്ചിട്ടല്ല, ഗൗരിയുടെ അടുത്ത വീട്ടിൽ താമസിക്കുന്ന ഒരു പെണ്ണുമായി അഫെയർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പെണ്ണിനെ കാണാനായിട്ടാണ്, അല്ലാതെ എനിക്ക് ഗൗരിയുടെ മരണവുമായി യാതൊരു ബന്ധവുമില്ല. ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് ഞാൻ എപ്പം വിളിച്ചാലും സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് പറഞ്ഞ് ഹീറോ തലവനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അങ്ങനെ തലവൻ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഹീറോ കോൺസ്റ്റബിളിനോട് പറയുന്നു, ഈ കൊലയുടെ രീതി വെച്ച് നോക്കുമ്പോൾ കൊല ചെയ്തിരിക്കുന്ന ആൾ സാധാരണ കൊലയാളിയല്ല, അവനൊരു സൈക്കോ ആണ്. അവൻ ഇതിനു മുമ്പും ഇതേപോലെ ചെയ്തിട്ടുണ്ടാവണം. അത് മാത്രമല്ല, പിടിക്കപ്പെട്ടില്ലെങ്കിൽ അവൻ ഇനിയും ഇതുപോലുള്ള ക്രൈമുകൾ ആവർത്തിക്കും. ആ ടൈമിൽ 3 വർഷത്തിന് മുമ്പ് നടന്ന ഒരു കേസിനെ പറ്റി കോൺസ്റ്റബിൾ ഹീറോയോട് പറയുന്നു. അതൊരു ഫ്ലാഷ് ബാക്കിലൂടെയാണ് നമ്മൾ കാണിക്കുന്നത്. അതായത് ഒരു പെൺകുട്ടി രാത്രിയിൽ റോഡിലൂടെ വണ്ടി ഓടിച്ചു വരുമ്പോൾ പെട്ടെന്ന് വണ്ടി അങ്ങ് നിന്നു. അവൾ സ്റ്റാർട്ടാക്കാൻ നോക്കിയിട്ടും അത് സ്റ്റാർട്ട് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ വീട്ടുകാരെ വിളിച്ച് കാര്യം പറയാനേ കോൾ ചെയ്യാൻ നോക്കുമ്പോൾ എഞ്ചിൻ കിട്ടുന്നില്ല. ആ പെൺകുട്ടിക്ക് വല്ലാതെ പേടിയാകുന്നു. കാരണം ഇതൊരു കാട്ടേരിയാണ്, അവിടെ ഒറ്റ മനുഷ്യനെ പോലും കാണുന്നില്ല. ആ ടൈമിൽ ഒരു അപ്പൂപ്പനാണെങ്കിൽ സൈക്കിൾ ചവിട്ടി വരുന്നുണ്ടായിരുന്നു. അപ്പൂപ്പൻ ആ പെൺകുട്ടിയോട് കാര്യം തിരക്കിയപ്പോൾ പെൺകുട്ടി പറയുന്നു തന്റെ വണ്ടി സ്റ്റാർട്ട് ആകാത്ത കാര്യം. അത് മാത്രമല്ല, വീട്ടുകാരെ വിളിക്കാൻ നോക്കിയപ്പോൾ നെറ്റ്വർക്കും കിട്ടുന്നില്ല. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും മെക്കാനിക് ഉണ്ടോ എന്ന് ആ പെൺകുട്ടി ചോദിക്കുമ്പോൾ അപ്പോൾ അപ്പൂപ്പൻ പറയുന്നു, ഇവിടെ കുറച്ച് അകലെ ഒരു മെക്കാനിക് ഉണ്ട്, ഞാൻ അവനെ പോയി വിളിച്ചു കൊണ്ടുവരാം, അതുവരെ മോൾ ഇവിടെ നിൽക്കി. ഇതിനിടയിൽ ഏതെങ്കിലും ഒരു വണ്ടി വന്നാൽ മോൾ അതിൽ കയറി വീട്ടിൽ പോയിക്കോളൂ, നാളെ വന്നിട്ട് വണ്ടി എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അപ്പൂപ്പൻ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ കുറെ കഴിഞ്ഞ അപ്പൂപ്പൻ ഒരു മെക്കാനിക്കിനെയും കൂട്ടി അവിടേക്ക് വരുമ്പോൾ ആ പെൺകുട്ടിയെ കാണുന്നില്ല. എന്നാൽ ആ പെൺകുട്ടിയുടെ വണ്ടി അവിടെ ഇരിപ്പുണ്ട്. എന്നാൽ കുറച്ച് അകലെയായി ഈ പെൺകുട്ടിയുടെ ബോഡി കത്തി എരിയുന്നത് കണ്ട് ഉടനെ ആ അപ്പൂപ്പൻ പോലീസിനെ വിവരം അറിയിച്ചു. താമസിക്കാതെ പോലീസ് സംഭവ സ്ഥലത്തെത്തി എവിഡൻസ് ഒക്കെ കളക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ മൂവിയുടെ ആദ്യം ഒരു ഡെഡ് ബോഡി കത്തിക്കരിഞ്ഞത് കണ്ടില്ലേ, അത് ഈ പെൺകുട്ടിയുടെ ആയിരുന്നു. ഈ സംഭവം നടന്നിരിക്കുന്നത് 3 വർഷത്തിന് മുമ്പാണ്. എന്നാൽ പോലീസിന് ഇതുവരെ ആ കേസ് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ പെൺകുട്ടി മരിച്ച അതേ രീതി തന്നെയാണ് ഗൗരിയുടെയും കൊലപാതകം. അപ്പോൾ ഈ 2 കൊലപാതകം ഒരു വ്യക്തിയാണ് ചെയ്തിരിക്കുന്നതെന്ന് ഹീറോയ്ക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ ഹീറോ അന്ന് കേസ് അന്വേഷിച്ചിരുന്ന ഓഫീസറിനെ വിളിച്ച് ഡീറ്റെയിൽ ആയി ചോദിക്കുമ്പോൾ അപ്പോൾ ആ ഓഫീസർ പറയുന്നു, ഞാൻ 1 വർഷം ഈ കേസിന്റെ പിന്നാലെ നടന്നു, എന്നാൽ ഒരു എവിഡൻസ് പോലും ഇല്ലാത്ത ഈ കേസ് എനിക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ല. ഇതെല്ലാം കേട്ട് കഴിഞ്ഞ ഹീറോ ഗൗരിയുടെ കൊലപാതകത്തെ പറ്റി പറയുമ്പോൾ ആ ഓഫീസർ പറയുന്നു, 5 വർഷത്തിന് മുമ്പ് ഇതേപോലെ സമാനമായ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്, അതും ഒരു പെൺകുട്ടിയുടെ. ഇന്നേക്ക് വരെ അതും തെളിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണെന്ന് ആ ഓഫീസറും പറയുന്നു. ഈ സീൻ അവിടെ കട്ടായിട്ട് അടുത്തതായി കാണിക്കുന്നത് ഹീറോ ആ മെക്കാനിക്കിനെ കാണാനായി വന്നിരിക്കുന്നു. എന്നിട്ട് ആ മെക്കാനിക്കിനോട് കാര്യങ്ങൾ വളരെ വിശദമായി ഹീറോ ചോദിച്ചറിയുന്നു. ഇതിനുശേഷം ആ അപ്പൂപ്പനെ പറ്റി ചോദിക്കുമ്പോൾ മെക്കാനിക് പറയുന്നു, അപ്പൂപ്പൻ 1 വർഷത്തിന് മുമ്പ് മരിച്ചുപോയി. അങ്ങനെ ആ മെക്കാനിക്കിനെ വിസ്തരിച്ചതിന് ശേഷം ഹീറോ ആദ്യത്തെ കേസ് അന്വേഷിച്ചിരുന്ന ആ ഓഫീസറിനെ കാണാനായി പോകുന്നു. എന്നിട്ട് ആ ഓഫീസറിനോട് ആ കേസിനെ പറ്റി അന്വേഷിക്കുമ്പോൾ ഓഫീസർ പറയുന്നു, വീട്ടിൽ ആരുമില്ലെന്ന് മനസ്സിലാക്കി പ്രതി വീട്ടിൽ കയറിയിട്ട് ആ കൊച്ചു പെണ്ണിനെ റേപ്പ് ചെയ്തു. എന്നിട്ട് അതിനെ മണ്ണെണ്ണ ഒഴിച്ച് കൊലപ്പെടുത്തി. എന്നാൽ പോലീസിന് അവിടെ നിന്ന് ഒരു എവിഡൻസും കിട്ടിയിട്ടില്ല. അത് മാത്രമല്ല, അയാളുടെ DNA കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഈ കേസ് ഇപ്പോഴും പെൻഡിങ്ങിൽ കിടക്കുന്നു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് ഹീറോ ആ പെൺകുട്ടിയുടെ അഡ്രസ്സും ചോദിച്ചിട്ട് ഇനി എന്തെങ്കിലും ഈ കേസിനെ പറ്റി അറിയിക്കുകയാണെങ്കിൽ തന്നെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് പോകുന്നു. ഈ സീൻ അവിടെ കട്ടായിട്ട് അടുത്തതായി കാണിക്കുന്നത് ഗൗരിയുടെ അപ്പയുടെ ഫ്രണ്ടായ ശിവയാണ്. ശിവയ്ക്ക് തീപ്പെട്ടി കച്ചവടമാണ്. അവൻ ഇങ്ങനെ ഊരുതോറും തീപ്പെട്ടി കൊണ്ടുപോയി വിൽക്കാറുണ്ട്. അവനിങ്ങനെ തീപ്പെട്ടി വിറ്റ് വണ്ടിയിൽ വരുമ്പോൾ അവന്റെ വണ്ടി കേടായി. ഇതേ സമയം ഹീറോ ആ വഴി വരുന്നുണ്ടായിരുന്നു. ശിവയുടെ വണ്ടി കേടായി നിറങ്ങിയപ്പോൾ ഹീറോ അവനെ അവരുടെ വണ്ടിയെ കയറ്റിക്കൊണ്ട് പോകുന്ന വഴി ശിവ കേസിന്റെ അന്വേഷണത്തെ പറ്റി ചോദിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഹീറോ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്, ഉടനെ കുറ്റവാളി കണ്ടുപിടിക്കും. ആട്ടെ, നിനക്ക് ആരെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ശിവ പറയുന്നത് ഒരു ഫ്ലാഷ് ബാക്കിലൂടെയാണ് നമ്മൾ കാണിക്കുന്നത്. അതായത് അന്ന് ഗൗരി ഫംഗ്ഷന് പോയി ഫുഡ് കഴിച്ചതിന് ശേഷം അവിടെ നിന്ന് പോയില്ലേ, അതിനുശേഷം ഗൗരിയുടെ അപ്പയുടെ അടുത്തിരുന്ന ഒരുത്തനാണെങ്കിൽ ഫുഡ് വെച്ച ആളോട് നിങ്ങൾ വെച്ചത് ശരിയല്ല, എല്ലാം കൊള്ളത്തില്ല, അങ്ങനെ ഫുഡിനെ പറ്റി ഓരോ കുറ്റങ്ങൾ പറയാൻ തുടങ്ങി. ഇത് കേട്ട് പാചകക്കാരനാണെങ്കിൽ അവനെ നേരെ കയർക്കുന്നു. അവനും ഒട്ടും വിട്ടുകൊടുത്തില്ല. ഇതിനിടയിൽ ഗൗരിയുടെ അപ്പ എഴുന്നേറ്റ് നീ ഇങ്ങനെ മോശമായി ഒന്നും സംസാരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് അവനിക്ക് ഒരു അടി കൊടുത്തു. എന്നാൽ അവനും ഗൗരിയുടെ അപ്പയെ അടിക്കാൻ ചെല്ലുമ്പോൾ ആ പാചകക്കാരൻ പിടിച്ചു മാറ്റി അവർ 2 പേരും കൂടി നല്ല ഫൈറ്റ് നടക്കുന്നുണ്ട്. ഇതിനിടയിൽ അവന്റെ തലയ്ക്ക് ഇഞ്ചുറിയായി ബോധം നഷ്ടപ്പെട്ടു. അപ്പോൾ ശിവ വന്നിട്ട് അവനെ കാറിൽ കയറ്റി വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ഈ സംഭവങ്ങളെല്ലാം ശിവ പറഞ്ഞിക്കഴിഞ്ഞ് ഗൗരിയുടെ അപ്പ അടിച്ചതിന്റെ പേരിൽ ഒരു പക്ഷേ ഗൗരിയോട് അവൻ പ്രതികാരം തീർത്തതാണെങ്കിലോ ഈ സംശയം ശിവ അവിടെ ഉന്നയിക്കുന്നു. ഇതെല്ലാം സംസാരിച്ചതിനൊടുവിൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഹീറോ അവനെ അവിടെ ഇറക്കി വിടുന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താണ് ജോലി എന്ന്. അപ്പോൾ ശിവ പറയുന്നുണ്ട് ഞാൻ ഓരോ തോറും തീപ്പെട്ടി കൊണ്ടുവന്ന് വെക്കലാണ് എന്റെ ജോലി എന്ന്.
ആ സീൻ അവിടെ കട്ടായിട്ട് അടുത്തതായി കാണിക്കുന്നത് അന്ന് രാത്രി ഹീറോ ഈ 3 പെൺകുട്ടികളുടെയും കൊലപാതകങ്ങളെ കുറിച്ച് കൂടുതൽ പഠനം നടത്തുന്നു. ഇത് 3 നടന്നിരിക്കുന്നത് 3 സ്ഥലത്താണ്, അതും അവർ തനിച്ചുള്ള ടൈമിൽ. അപ്പോൾ സ്ഥലവുമായി യാതൊരു ബന്ധവുമില്ല. എന്നാൽ ഒരു ക്ലൂവോ ഒരു എവിഡൻസ് പോലും ഇതിലൊന്നും കണ്ടെത്താനായില്ല. പക്ഷെ ഇവിടെ 3 കേസിലും ഒരേ ഒരു ബന്ധമുണ്ട്. അതായത് മണ്ണെണ്ണ ഒഴിച്ചാണ് ആ 3 ബോഡികളും കത്തിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഉറപ്പാണ് ഈ 3 ചെയ്തിരിക്കുന്ന ഒരാളാണെന്ന്. ഹീറോ ആ ഒരു രാത്രി ഉറങ്ങാതെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നു. പിറ്റേ ദിവസം ആദ്യ കൊല നടന്ന പെൺകുട്ടിയുടെ അമ്മയെ പോയി കാണുന്നു. എന്നിട്ട് അമ്മയോട് അന്ന് സംഭവിച്ചത് ചോദിക്കുമ്പോൾ അമ്മ പറയുന്നു, അന്ന് എൻ്റെ മകൾ വീട്ടിൽ തനിച്ചായിരുന്നു. തനിച്ചാണെന്ന് മനസ്സിലാക്കിയിട്ടാവണം ആ ക്രൂരൻ എൻ്റെ മകളെ കൊന്നു കളഞ്ഞത്. അപ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആരെയെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സാർ, എനിക്ക് ആരെയും സംശയമില്ലെന്ന് അമ്മ മറുപടി നൽകി. ഇതിനുശേഷം ഹീറോ റോഡിൽ വെച്ച് കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോയി അച്ഛനോട് സംഭവിച്ചത് ചോദിച്ചറിയുന്നു. എന്നിട്ട് അവിടെയും ഹീറോ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആരെയെങ്കിലും സംശയമുണ്ടോ? ഇല്ലെന്ന് ആ അച്ഛനും പറയുന്നു. ഇത് കഴിഞ്ഞ് ഹീറോ ഈ 3 ബോഡികളും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറിനെ പോയി കാണുന്നു. അപ്പോൾ ആ ഡോക്ടർ പറയുന്നത് ഈ കൊലകൾ ചെയ്ത ആൾ പക്കാ ഒരു സൈക്കോ ആണ്. അവന് ബൈപ്പോളാർ ഡിസോർഡർ എന്ന മെന്റൽ പ്രോബ്ലം ഉണ്ട്. അതായത് ഇവൻ പൊതുവെ ആളുകളുടെ മുമ്പിൽ പക്കാ നല്ലവനായിരിക്കും. എന്നാൽ തനിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടാൽ ഇവന്റെ ഉള്ളിലുള്ള സൈക്കോ പുറത്തു ചാടും. എന്നിട്ട് അവരെ റേപ്പ് ചെയ്തിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്നു. ഈ ഒരു ക്രൂരത ചെയ്യുമ്പോൾ അവൻ നന്നായി രസിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് അവനെ കണ്ടെത്തണം, അല്ലെങ്കിൽ ഇനിയും അവൻ ഇതുപോലുള്ള ക്രൂരത ആവർത്തിക്കും. ഇത് കഴിഞ്ഞ് ഹീറോ സ്റ്റേഷനിൽ വന്നിട്ട് ഈ ക്രൂരത ആരാണ് ചെയ്തതെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ ശിവ പറഞ്ഞ അന്ന് ആ ഫംഗ്ഷനിൽ വെച്ച് അടിയുണ്ടാക്കിയ ആ പയ്യനെ കുറിച്ച് ഓർമ്മ വരുന്നു. ഉടനെ പോലീസിനെ വിട്ട് അവനെ പോക്കി സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു. അപ്പോൾ ഹീറോ കുറെ അടി അവന് കൊടുത്തിട്ട് ചോദിക്കുന്നു, നീ എന്തിനാണ് ഇങ്ങനെ കൊലകൾ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നു, ഞാനല്ല സാർ, ഞാനല്ല അവളെ കൊന്നത്. പക്ഷെ ആരാ കൊന്നതെന്ന് എനിക്കറിയാം. ഞാൻ ഇതിനു മുമ്പേ സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നതാണ്. പക്ഷെ അവൻ എന്നെ കൊല്ലുമെന്ന് കരുതി സത്യങ്ങൾ തുറന്നു പറയാതെ ഞാൻ തിരിച്ചു പോയി. ഹീറോ അപ്പോൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നു, അത് ശിവയാണ്. ഇത് കേട്ടതും ഹീറോ തന്നെ ഷോക്കായി. ഇത് നിനക്കെങ്ങനെ അറിയാമെന്ന് ഹീറോ ചോദിക്കുമ്പോൾ അവൻ സത്യങ്ങൾ തുറന്നു പറയുന്നു. അതൊരു ഫ്ലാഷ് ബാക്കിലൂടെയാണ് നമ്മളെ കാണിക്കുന്നത്. അതായത് അന്ന് ഫംഗ്ഷന് വെച്ച് ഇവൻ അടിയുണ്ടാക്കിയപ്പോൾ ഇവന്റെ തലയിൽ ഇഞ്ചുറി ആയില്ലേ. അങ്ങനെ ശിവ ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വഴി ഗൗരി ബോധം കെട്ട് നിലത്ത് കിടക്കുന്നത് ശിവ കാണുകയുണ്ടായി. ശിവ കാറിൽ നിന്നിറങ്ങിയിട്ട് അവളെ പോയി തട്ടി വിളിക്കുന്നുണ്ട്. എന്നാൽ അവൾ ബോധം കെട്ട് കിടക്കുകയായിരുന്നുകൊണ്ട് എഴുന്നേക്കുന്നില്ല. അവൾ എഴുന്നേക്കുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ ശിവയുടെ ഉള്ളിലെ സൈക്കോ പുറത്ത് ചാടി. എന്തായാലും ഇവിടെ ഒറ്റ മനുഷ്യനില്ല, ഇത് നല്ല അവസരമാണ്. അത് മുതലാക്കി ശിവ ഗൗരിയും എടുത്തുകൊണ്ട് കാട്ടിലേക്ക് പോകുന്നു. അതിനുശേഷം അവളെ റേപ്പ് ചെയ്തിട്ട് ബോഡി മുഴുവൻ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു. അപ്പോൾ അവൻ ചെയ്ത ക്രൂരതയെല്ലാം കാറിനുള്ളിലിരുന്ന് വഴക്കാളി കാണുന്നുണ്ടായിരുന്നു. താൻ കണ്ടെന്നറിഞ്ഞാൽ ശിവ തന്നെ കൊല്ലുമെന്ന് ഭയപ്പെട്ട് അനങ്ങാതെ അവൻ കാർ തന്നെ കിടന്നു. അപ്പോൾ ഈ കാര്യം പറയാൻ ഞാൻ പലവട്ടം പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭയം കാരണം ഞാൻ ഒന്നും പറയാതെ തിരിച്ചു പോയി. അങ്ങനെ അവൻ പറഞ്ഞതെല്ലാം കേട്ടതിന് ശേഷം ഹീറോ ശിവയെ അന്വേഷിച്ചു നടക്കുന്നു. ഇതിനിടയിൽ അവന്റെ കാർ കണ്ടെത്തി. അപ്പോൾ ആ കാറിന്റെ ഡിക്കി തുറന്നു നോക്കുമ്പോൾ അതിൽ മണ്ണെണ്ണ അടുപ്പും ഇരിക്കുന്നത് കണ്ടു. ഇതോടെ ശിവയാണ് ഈ കൊലയ്ക്ക് പിന്നിലെന്ന് ഹീറോയ്ക്ക് ഉറപ്പാവുകയാണ്. ഈ സാധനങ്ങളെല്ലാം ഫോറൻസിക് ടീമിന് അയച്ചു കൊടുക്കാനെന്ന് കോൺസ്റ്റബിളിനോട് പറഞ്ഞ് ശിവയെ അന്വേഷിച്ച് ഹീറോ കാട്ടിലേക്ക് പോകുന്നു. ഇതിനിടയിൽ കോൺസ്റ്റബിൾ വിളിച്ചിട്ട് ഹീറോയോട് പറയുന്നു, ആ തീപ്പെട്ടിയിൽ ഉണ്ടായിരുന്ന DNA ശിവയുടേതാണെന്ന് പറയുന്നു. അങ്ങനെ ഹീറോ അന്വേഷിച്ച് ഒടുവിൽ ശിവയെ കണ്ടെത്തി. എന്നിട്ട് ശിവയുടെ നേർക്ക് ഗൺ ചൂണ്ടിയിട്ട് ഹീറോ ചോദിക്കുന്നു, നീ എന്തിനാണ് ആ പെൺകുട്ടികളെ കൊന്നു കളഞ്ഞേ? അപ്പോൾ ശിവ പറയുന്നു, ഇല്ല സാർ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഹീറോ വീണ്ടും ഗൺ കാണിച്ചിട്ട് അവനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ അവൻ സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. അതെ സാർ, ഞാനാണ് ഗൗരിയെ കൊന്നത്. ഗൗരിയെ ഞാൻ രക്ഷിക്കാനായിട്ട് പോയതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ മറ്റാരുമില്ലാത്തത് കൊണ്ട് അവൾ ബോധം കേട്ടിങ്ങനെ കിടക്കുന്ന കണ്ടപ്പോൾ എന്റെ മനസ്സ് മാറി ഞാൻ അവളെ കൊന്നതാണ്. അപ്പോൾ ഹീറോ ചോദിക്കുന്നു, 3 വർഷത്തിന് മുമ്പ് നടന്ന ആ കേസോ? ആ പെൺകുട്ടിയെ കൊന്ന കേസും ശിവ തുറന്നു പറയുന്നു. അതായത് ആ പെൺകുട്ടി മെക്കാനിക്കലിനെ നോക്കി റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ ശിവ അതുവഴി വരുന്നു. ഈ പെൺകുട്ടി രാത്രി ഇങ്ങനെ തനിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ശിവ അവളോട് പറഞ്ഞു, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിടാം, കാറിൽ കയറിക്കും. അങ്ങനെ ആ പെൺകുട്ടി കാറിൽ കയറി. കുറച്ചു ദൂരം ചെന്നപ്പോൾ കാറിൽ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് നടിച്ച് ശിവ കാറിൽ നിന്ന് പുറത്തിറങ്ങി. എന്നാൽ കുറെ നേരമായിട്ടും ശിവയെ കാണാത്തതിനെ തുടർന്ന് ആ പെൺകുട്ടി കാറിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോഴുണ്ട് അവനാണെങ്കിൽ ആ പെൺകുട്ടിയും അതേപോലെ ക്രൂരമായി കൊല്ലുന്നു. ഈ കേസും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹീറോ 5 വർഷത്തിന് മുമ്പ് നടന്ന ആ കേസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവൻ അതിനെക്കുറിച്ച് പറയുന്നു. അതായത് തീപ്പെട്ടി വിൽക്കാനായിട്ട് ശിവ മറ്റൊരു നാട്ടിലെ ഒരു കടയിൽ ചെല്ലുന്നു. ഇതേ സമയം ഈ കടയിൽ ഒരു സാധനം വാങ്ങാനായിട്ട് ഒരു പെൺകുട്ടി വരുന്നു. ആ പെൺകുട്ടി ആ കടക്കാരനുമായിട്ട് സംസാരിക്കുന്നതിനിടയിൽ അവളുടെ അമ്മ വീട്ടിൽ പോകുന്നെന്നും താൻ ഇന്ന് വീട്ടിൽ തനിച്ചാണെന്നും ആ കുട്ടി പറയുന്നത് ശിവ കേൾക്കുകയുണ്ടായി. ഉടനെ ശിവ ആ പെൺകുട്ടിയെ പിന്തുടർന്ന് അവളുടെ വീട്ടിൽ ചെല്ലുന്നു. എന്നിട്ട് അവളെ അവളുടെ വീട്ടിൽ വെച്ച് തന്നെ മൃഗീയമായി കൊല്ലുകയാണ്. എന്നിട്ട് ആ വീട്ടിലുണ്ടായിരുന്ന മണ്ണെണ്ണ ഒഴിച്ച് ആ ബോഡി കത്തിച്ചു. അപ്പോഴുണ്ടായ ആ ബോഡി കത്തുമ്പോഴുള്ള ഗന്ധവും മണ്ണെണ്ണയുടെ സ്മെല്ലും അവനങ്ങ് ബോധിച്ചു. ഇതെല്ലാം കേട്ട് ഹീറോ അവനിട്ട് നല്ലൊരു അടി കൊടുത്തു. അവനാണെങ്കിൽ ബോധം കേട്ടതായി നടിച്ച് നിലത്ത് കിടന്നു. ഇത് കണ്ട് ഹീറോ വിചാരിച്ച് ഇവന് ബോധം നഷ്ടപ്പെട്ടതാണ്
അറിയാത്തതായിരിക്കാം. അതുകൊണ്ട് വാക്കി ടോക്കി എടുത്ത് പോലീസുകാരെ വിളിക്കുന്നു. ഇതുപോലെ ശിവയെ കണ്ടെത്തി ഉടനെ ഈ സ്ഥലത്തേക്ക് വരണമെന്ന് പറഞ്ഞ്. എന്നിട്ട് ഹീറോ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ശിവയെ കാണുന്നില്ല. ഹീറോ ശിവയെ നോക്കുന്നതിനിടയിൽ പിന്നിലൂടെ വന്ന ശിവ ഹീറോയെ അറ്റാക്ക് ചെയ്യുന്നു. ഇതിനിടയിൽ കയ്യിൽ കിട്ടിയ ഒരു കത്തി വെച്ച് ശിവയുടെ കാലിൽ പരിക്കുണ്ടാക്കി. എന്നാൽ ആ കത്തി ശിവ കൈക്കലാക്കിയിട്ട് ഹീറോയെ കൊല്ലാനായിട്ട് വരുമ്പോൾ ഹീറോ ആണെങ്കിൽ അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. എന്നിട്ട് കമ്മീഷണറെ വിളിച്ചിട്ട് ഹീറോ പറയുന്നു, ഞാൻ ഈ കേസ് തെളിയിച്ചു. ഇതോടെ ഈ മൂവി ഇവിടെ അവസാനിക്കുകയാണ്.